بسم الله الرحمن الرحيم عبس وتولى عبس وتولى عبس وتولى عبس وتولى أن جاءه الأعمى أن جاءه الأعمى أن جاءه الأعمى أن جاءه الأعمى وما يدريك لعله يزكى وما يدريك لعله يزكى وما يدريك لعله يزكى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أو يذكر فتنفعه الذكرى أو يذكر فتنفعه الذكرى أو يذكر فتنفعه الذكرى أما من استغنى أما من استغنى أما من استغنى أما من استغنى فأنت له تصدى فأنت له تصدى فأنت له تصدى فأنت له تصدى وما عليك ألا يزكى وما عليك ألا يزكى وما عليك ألا يزكى وما عليك ألا يزكى وأما من جاءك يسعى وأما من جاءك يسعى وأما من جاءك يسعى وأما من جاءك يسعى وهو يخشى وهو يخشى وهو يخشى وهو يخشى فأنت عنه تلهى فأنت عنه تلهى فأنت عنه تلهى فأنت عنه تلهى كلا إنها تذكرة كلا إنها تذكرة كلا إنها تذكرة كلا إنها تذكرة فمن شاء ذكره فمن شاء ذكره فمن شاء ذكره فمن شاء ذكره في صحف مكرمة في صحف مكرمة في صحف مكرمة في صحف مكرمة مرفوعة مطهرة مرفوعة مطهرة مرفوعة مطهرة مرفوعة مطهرة بأيدي سفرة بأيدي سفرة
بأيدي سفرة بأيدي سفرة كرام بررة كرام بررة كرام بررة كرام بررة كلا إنها تذكرة അങ്ങനെ വേണ്ട, നിശ്ചയമായും അവ അഥവാ ഖുർആൻ വചനങ്ങൾ ഒരു ഉപദേശമാകുന്നു. فمن شاء ذكره ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചുകൊള്ളട്ടെ. في صحف مكرمة മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് അതുള്ളത്. مرفوعة مطهرة അതെ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ. بأيدي سفرة ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്. كرام بررة മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകന്മാരുടെ കൈക്ക്. സാരം: അങ്ങനെ സതുപദേശം തേടിവരുന്നവന്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്നു വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. ഈ ഓതിക്കേൾപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ അഥവാ ഖുർആൻ വചനങ്ങൾ അവരിൽ നിർബന്ധപൂർവം വെച്ചുകെട്ടേണ്ട ആവശ്യവുമില്ല. കാരണം അവ കേവലം ഉപദേശങ്ങളാണ്. വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെയെന്നേയുള്ളൂ. എന്നാൽ അത് സാധാരണ ഉപദേശങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക് പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയ ഗ്രന്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളത്രേ. അങ്ങനെ അവ വളരെ സംശുദ്ധവും പരിപാവനവുമാകുന്നു. സഫറത്ത് എന്ന വാക്കിനാണ് ദൗത്യവാഹകന്മാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. രണ്ടു കൂട്ടർക്കിടയിൽ അന്യോന്യം സന്ദേശങ്ങൾ എത്തിക്കുന്നവർക്ക് സഫറത്ത് എന്ന് പറയപ്പെടും. അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവർ അഭിപ്രായപ്പെട്ടതുപോലെ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്നുള്ളതാണ് ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകന്മാർക്കുമിടയിലുള്ള ദൗത്യവാഹകരും വഹി കൊണ്ടുവരുന്നവരും മലക്കുകളാണല്ലോ. സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും. ഈ അർത്ഥത്തെ ആധാരമാക്കി ഖുർആൻ എഴുതിവെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് ഫീ സുഹുഫിൻ ഏടുകളിൽ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ അപ്പപ്പോൾ അവതരിക്കുന്ന ഖുർആനിന്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ചു വന്നിരുന്ന ഏടുകളാണെന്നും അവർ പറയുന്നു. ദൗത്യവാഹകന്മാർ മലക്കുകളാണെന്ന് വെക്കുമ്പോൾ അതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായവും. ഏടുകൾ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിന്റെ ജ്ഞാനഫലകമാകുന്ന ലൗഹുൽ മഹ്ഫൂൽ ആയിരിക്കുന്നതാണ്. സൂറത്ത് വാഖിയയിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളിൽ ഖുർആനെപ്പറ്റി ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ് അത് ഉള്ളതെന്നും പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ലെന്നും അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് ബുറൂജിൽ ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്, എങ്കിലും അത് മഹത്തായ ഒരു ഖുർആനാകുന്നു, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണുള്ളത് എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ആശയം തന്നെയാണ് ഈ വാചകങ്ങളും ഉൾക്കൊള്ളുന്നത്. കൂടുതൽ വിവരം ആ രണ്ട് സ്ഥലത്തും നോക്കുക. ഒരു സംഗതി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സ്വഹാബികളാകുന്ന സത്യവിശ്വാസികളുടെ കൈക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ടുവരുന്ന ഏടുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ അവ വാസ്തവത്തിൽ പരിശുദ്ധവും ഉന്നതവും തന്നെയാണെങ്കിലും അവയെപ്പറ്റി ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ഖുറൈശി പ്രമാണികളുടെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടാകുവാൻ അവകാശമില്ല. അവരുടെ മേൽ അത് വെച്ചു കെട്ടേണ്ടതില്ലെന്നും വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയം അള്ളാഹു പ്രസ്താവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുപരിചിതരും അവരുടെ ദൃഷ്ടിയിൽ നിസാരന്മാരുമായ സ്വഹാബികൾ എഴുതി സൂക്ഷിക്കുന്ന ഏടുകളുടെ പരിഭാവനത്വം അവരുടെ മുമ്പിൽ വെക്കുന്നതിൽ വളരെ ഔചിത്യമൊന്നും കാണുന്നില്ല. സഫറത്തിന്റെയും ഏടുകളുടെയും വിശേഷണങ്ങളായി അള്ളാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അല്ലാഹു ആലം.